കുംഭമേള? കുംഭമേള ഭാരതത്തിൽ ധാരാളം ആചാരാനുഷ്ഠാനങ്ങളുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി നടക്കുന്നതാണ് കുംഭമേള. കുംഭമേളയ്ക്ക് മറ്റുള്ള ഉത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാരതത്തിലെ മുഴുവൻ സന്യാസി പരമ്പരകളും, പ്രത്യേകിച്ച് ദശനാമി വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാർ, നാഗസന്യാസിമാർ, അവരൊക്കെ ഒരുമിച്ച് സമ്മേളിക്കുന്ന നദീതീരങ്ങളിൽ സമ്മേളിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഹരിദ്വാർ, ഉജ്ജയിൻ, പ്രയാഗ്രാജ്, കാശി, ഈ 4 സ്ഥലങ്ങളിൽ വ്യാഴം പ്രത്യേക രാശിയിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാ സന്യാസിമാരും ഒത്തുചേരുകയാണ്. പ്രത്യേകിച്ച് ലോകത്തുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ, ഭാരതത്തിലല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു ഓർഗനൈസ്ഡ് പരിപാടി. അത് ആരും ഓർഗനൈസ് ചെയ്യുന്നില്ല, പക്ഷെ ഏറ്റവും വലിയ പരിപാടിയാണ്. അതിന് മുഴുവൻ സന്യാസി നാഗസന്യാസിമാരൊക്കെ ആ സമയം നോക്കി എത്തിപ്പെടും. ആരും ഇൻവൈറ്റ് ചെയ്യുന്നില്ല, അതിന് ഒരാൾ അതിന് സ്വാഗത സംഘം ഉണ്ടാക്കുന്നില്ല, അതിന് കമ്മിറ്റി ഉണ്ടാക്കുന്നില്ല, ആരെയും ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ആ സമയമാവുമ്പോൾ ഹിമാലയത്തിലും പല ഭാഗങ്ങളിൽ, ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ തപസ്സിരിക്കുന്ന, സാധന അനുഷ്ഠിക്കുന്ന സന്യാസിമാർ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നടക്കുന്ന ഏറ്റവും വലിയ ഭാരതത്തിലെ സന്യാസി സംഗമമാണ് കുംഭമേള എന്ന് പറയുന്നത്. കുംഭമേളയുടെ പിന്നിലൊരു കഥ ഉണ്ടല്ലോ, അതെന്താന്ന് പറയാമോ? കുംഭമേളയില് കുംഭം എന്ന് പറഞ്ഞാൽ അമൃതകുംഭമാണ്. ദേവാസുര യുദ്ധമൊക്കെ കഴിഞ്ഞ് അമൃതം ഉണ്ടായ സമയത്ത്, ദേവന്മാർ പോകുന്ന സമയത്ത് അമൃതിൽ നിന്ന് 4 തുള്ളി അമൃത തുള്ളികൾ ഭാരതത്തിൽ വീണുവെന്നും അത് പ്രയാഗ്രാജ്, ഹരിദ്വാർ, കാശി, ഉജ്ജയിൻ തുടങ്ങിയ നാസിക്കിൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വീണത്. ആ സ്ഥലങ്ങൾ അമൃതമാണ്. അത് പ്രത്യേക സമയത്ത്, മറ്റൊരു ഭാഷയിൽ പറയാം, അതൊരു കഥയാണ്. കഥയിൽ യുക്തിയൊന്നും ഉണ്ടാവണമെന്നില്ല. എന്നാൽ വളരെ സമയത്തിൻ്റെ, സൂര്യൻ ചില പ്രത്യേക രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഭാരതത്തിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഊർജത്തിൻ്റെ, ദിവ്യമായ ഊർജത്തിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാവും. ആ പ്രഭാവം ആ സമയത്തുണ്ടാവുന്ന സ്ഥലങ്ങളാണ് ഈ കുംഭമേള സ്ഥലങ്ങളായി അറിയപ്പെടുന്നത്. അവിടെ സ്നാനമാണ് വളരെ പ്രധാനം. ആ സമയത്ത് സ്നാനം ചെയ്താൽ ജന്മാന്തരമായി ചെയ്ത പാപങ്ങൾ ഒക്കെ ഇല്ലാതാവുന്നു, അനേകം പുണ്യം ഉണ്ടാവും എന്നും പറയാറുണ്ട്. അതുകൊണ്ട് സന്യാസിമാർ മുഴുവൻ, വലിയൊരു പ്രത്യേകത, ഈ മുഴുവൻ സന്യാസിമാർ സ്നാനം ചെയ്യുമ്പം അവരെ കൂടെ സ്നാനം ചെയ്യാന്നുള്ളതാണ്. അതാണ് കുംഭമേളയുടെ പിന്നിൽ. ആ ജ്യോതിഷ പണ്ഡിതന്മാർ എവിടെയാണോ ഭൂമിയിൽ പ്രത്യേക സ്ഥലങ്ങളിൽ ഊർജത്തിന്റെ പ്രഭാവം ഉണ്ടാകുന്നത്, ആ സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് അവിടെ സ്നാനം ചെയ്യാന്നുള്ളതാണ്. ജലമാണ് ഊർജത്തിന്റെ വലിയൊരു വിധാതാവ്. പ്രയാഗ്രാജ് കുംഭമേള കഴിഞ്ഞല്ലോ, അപ്പോൾ പ്രയാഗ്രാജ് കുംഭമേളയും കേരള കുംഭമേളയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കുംഭമേള എന്ന ശരിക്കും നമുക്ക് യഥാർത്ഥത്തിൽ പറയുന്നത് കുംഭമേളകള് ഈ 4 സ്ഥലങ്ങൾ, പ്രയാഗ്രാജ്, അതുപോലെ കാശിയിൽ, ഉജ്ജയിനിൽ, നാസിക്കിൽ ഒക്കെ നടക്കുന്ന കുംഭമേളകൾ മാത്രമേ കുംഭമേള, ഹരിദ്വാറിലൊക്കെ നടക്കുന്ന കുംഭമേളകളെയാണ് കുംഭമേള എന്ന് പറയാൻ പറ്റും. കേരളത്തിൽ നടക്കുന്നത് കുംഭമേള അല്ല, ശരിക്കും മഹാമാഘ മഹോത്സവമാണ്. പക്ഷെ ഈ പ്രാവശ്യം മഹാമാഘ മഹോത്സവം ഒരു കുംഭമേളയായിട്ടാണ് ആചരിക്കുന്നത്. കാരണം കുംഭമേളയുടെ കുറേ സ്വഭാവങ്ങൾ, സന്യാസിമാരൊക്കെ വരുന്നു, എല്ലാവരും ചേർന്നിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. കാരണം കുംഭമേള പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. അത് നമുക്ക് വേറെ എവിടെ നടത്താൻ പറ്റില്ല. അത് ഈ പറയുന്ന 4 സ്ഥലങ്ങളിൽ മാത്രമേ അതാണ് ശരിയല്ലത്. മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നതിന് കുംഭമേള അല്ലത്. പക്ഷെ ഇവിടെ നടക്കുന്നത് മഹാമാഘ മഹോത്സവമാണ്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിൻ്റെ കുംഭമേളയായിട്ടാണ് ആഘോഷിക്കുന്നത്. അല്ലാണ്ട് ഇത് കുംഭമേള അല്ല. കുംഭമേള എന്ന് നമ്മൾ ആഘോഷിക്കുന്നത് മാത്രം കേട്ടോ. ഈ സ്ഥലങ്ങളിൽ നടക്കുന്ന കുംഭമേള, സാധാരണ നടക്കുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന കുംഭമേളനെ മാത്രമേ കുംഭമേള എന്ന് പറയാൻ നമുക്ക് യഥാർത്ഥത്തിൽ അധികാരമുള്ളൂ. ഇത് നമ്മളൊരു ആഘോഷം, കാരണം ഒരു നമ്മളെ സംബന്ധിച്ച് മഹാകുംഭിൻ്റെ പ്രാധാന്യമാണ് മഹാമാഘത്തിനുള്ളത്. അതുകൊണ്ട് കേരളത്തിന് കുംഭമേള എന്ന് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് കുംഭമേളയ്ക്കായിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്? കുംഭമേളയ്ക്ക് സത്യത്തിൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട്, ഇപ്പം പ്രയാഗ്രാജിലെ കുംഭമേളയൊക്കെ ഒരു വർഷം മുന്നേ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നാസിക്കിലെ കുംഭമേള 2017 നടക്കുന്ന കുംഭമേളയുടെ ഒരുക്കങ്ങൾ തുടങ്ങി, 1.5 വർഷം മുമ്പ് തുടങ്ങി. അങ്ങനെ അത്രയധികം ഒരുക്കങ്ങൾ ആവശ്യമുള്ളതാണ് ഈ കുംഭമേളകൾ എന്ന് പറയുന്നത്. നല്ല ഇപ്രാവശ്യം നടക്കുന്ന മഹാമാഘ മഹോത്സവം ഇത് വളരെ ചെറിയൊരു പരിപാടിയായിട്ട് നടത്താൻ വേണ്ടി ആലോചിച്ചൊരു പരിപാടിയാണ്. ആ ആലോചനാ യോഗത്തിൽ തന്നെ അനേകം പേര് പങ്കെടുക്കുകയും അത് കേരളത്തിലെ ഒരു കാലത്തിൻ്റെ ആവശ്യമായിരിക്കാം, അതെല്ലാവരും ഏറ്റെടുക്കുകയും വലിയൊരു തലത്തിലേക്ക് മാറുകയും ചെയ്തു.
സത്യത്തിൽ അത്രയും വലിയ രീതിയിൽ നടത്താൻ പിന്നീട് സംഘാടകർ അതിനനുസരിച്ച് തയ്യാറാവേണ്ടി വന്ന ലോകം അതിനെ ഏറ്റെടുത്തോണ്ട്. അപ്പം അതിനുവേണ്ടി ഒരുപാട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുക്കങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കുറച്ച് പേര് അതിൻ്റെ പിന്നിൽ തീവ്രമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മിക്കവാറും പല സന്യാസിമാർ തമിഴ്നാട്ടിൽ നിന്നും ഹിമാലയത്തിൽ നിന്നൊക്കെ അനേകം സന്യാസിമാർ 10,000-2000 സന്യാസിമാർ വരും. അവർക്കുള്ള അവരുടെ ധൂനിയൊക്കെ വെക്കാനുള്ള സംവിധാനം, അവർക്ക് താമസിക്കാനുള്ള വ്യവസ്ഥ, അതേപോലെ തന്നെ അവരെ എതിപൂജിക്കുള്ള വ്യവസ്ഥകൾ. തിരുനാവായിൽ അത് മഹാത്രിപുര രാജരാജേശ്വരിൻ്റെ മണ്ണാണ്. അപ്പോൾ അവിടെ മഹാമേരു സ്ഥാപിക്കണം. അത് ഏതാണ്ട് 3 ദേവതകളുടെ 3 ത്രികോണത്തിൽ ദേവതകളുണ്ട്. അതിൻ്റെ ബിന്ദുസ്ഥാനത്താണ് ത്രിപുര സുന്ദരി. അത് ഭാരതപ്പുഴൻ്റെ നടക്കായിരിക്കും ചിലപ്പോൾ. അവിടെ ശ്രീചക്രം പ്രതിഷ്ഠിക്കണം. ഈ വരുന്ന ആൾക്കാർക്ക് ഏതാണ്ട് ഒരു 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആൾക്കാർ വന്നു പോകുന്നു പ്രതീക്ഷിക്കുന്നു. അവർക്കുള്ള സംവിധാനങ്ങൾ, ഭക്ഷണ സംവിധാനങ്ങൾ, തിരക്കില്ലാതെ വന്ന് പോകാനുള്ള ഒരുക്കങ്ങൾ, ധാരാളം സമ്പ്രദായങ്ങൾ വന്ന് അവരുടെ സാധന ചെയ്യാനുള്ള സംവിധാനം, ഒരുപാട് ഒരുക്കങ്ങൾ, ഒരുപാട് പ്രവർത്തികൾ അതിൻ്റെ പിന്നിൽ ചെയ്യാനുണ്ട്. അത് സജീവമായി രാത്രിയും പകലുമില്ലാതെ മഹാമണ്ഡലേശ്വർ അടക്കമുള്ള സന്യാസിമാർ അവിടെ താമസിച്ചത് അതിന് നേതൃത്വം കൊടുക്കുന്നു. അനേകം പേര് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുംഭമേളയോടനുബന്ധിച്ച് ഒരു രഥയാത്ര ഉണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാം. കുംഭമേള ഭാരതപ്പുഴ ആരംഭിക്കുന്നത് പൊള്ളാച്ചിക്കടുത്ത് ത്രിമൂർത്തി മലകളിൽ നിന്നാണ്. അത്രി അനസൂയ ഒക്കെ തപസ് ചെയ്തിരുന്ന ഭൂമിയാണ്, തപോഭൂമിയാണ്. അവിടുന്ന് ആരംഭിക്കുന്ന ഭാരതപ്പുഴ, ഭാരതത്തിൽ അനേകം പുഴകളുണ്ടെങ്കിലും ഭാരതത്തിൻ്റെ പേരിലൊരു പുഴ ഭാരതപ്പുഴ മാത്രമല്ല. ആ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് രാജരാജേശ്വരിയെ മഹാമേരുവിൽ രഥയാത്രയായി തിരുനാവായിക്ക് കൊണ്ടുവരിക. തമിഴ്നാട്ടിലെ എല്ലാ ആധീനങ്ങളും സന്യാസിമാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അത് 19-ാം തീയതി രാവിലെ അവിടുന്ന് തുടങ്ങി ആധീനങ്ങളൊക്കെ സന്ദർശിച്ച് പൊള്ളാച്ചി, കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞ് കൽപ്പാത്തി, പാലക്കാട് വന്ന് പാലക്കാട് നിന്ന് ഭാരതപ്പുഴൻ്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 22-ാം തീയതി വൈകുന്നേരത്തോടു കൂടി 4 മണിയോടുകൂടി തിരുനാവായി എത്തി അവിടെ സ്ഥാപിക്കും. കുംഭമേളയുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണ്? കുംഭമേളകളിൽ ഏറ്റവും പ്രധാനം സ്നാനമാണ്. നദിയിൽ ഒരുമിച്ച് പ്രത്യേക മുഹൂർത്തങ്ങളിൽ കുളിക്കുക എന്നുള്ളതാണ്. കാരണം ജലമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അവിടെ അനേകം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ സമ്പ്രദായങ്ങളും അവിടെ നവകോടി നാമജപം നടക്കുന്നുണ്ട്. ഓരോ സമ്പ്രദായത്തിലെ ആൾക്കാരും വന്ന് അവരുടെ ഉപാസന പദ്ധതികൾ ചെയ്യുന്നുണ്ട്. പ്രധാന ദിവസവും നില ആരതി ഉണ്ട്. നമ്മുടെ കാശിയിലും അവിടെയൊക്കെ മാത്രം കാണുന്ന ആരതി, അതേപോലെ തന്നെ നില ആരതി എന്ന് പറഞ്ഞ നിലയിൽ ഭാരതപ്പുഴയിൽ ആരതി ഉണ്ട്. അതിമനോഹരമായ കാഴ്ചയായിരിക്കും വൈകുന്നേരങ്ങളിൽ. അങ്ങനെ ധാരാളം പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന സ്നാനമാണ് 22-ാം തീയതി മുതൽ മൗനി അമാവാസി മുതൽ മാഘമാസത്തിലെ മകം വരെയുള്ള എല്ലാ ദിവസങ്ങളും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. എല്ലാ ദിവസവും സ്നാനത്തിന് പറ്റിയ ദിവസങ്ങളാണ്. ഏത് ദിവസമാണെങ്കിലും വന്ന ആൾക്കാർക്ക് അവിടെ സ്നാനം ചെയ്യാം. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. കുംഭമേള അല്ലെങ്കിൽ നമ്മൾ മഹാമാഘ മഹോത്സവം, കേരളത്തിൻ്റെ കുംഭമേള നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പേര് മഹാമാഘ മഹോത്സവം എന്നാണ്. മഹാമാഘ മഹോത്സവം എല്ലാ വർഷവും തിരുനാവായ ഈ സമയത്ത് നടക്കാറുണ്ട്. ചെറിയ രീതിയിൽ അവിടെ നടക്കാറുണ്ട്. അത് ഈ പ്രാവശ്യം കുറച്ചുകൂടി വലുതായി നടക്കുന്നു. കേരളത്തിൻ്റെ കുംഭമേളയായിട്ട് വലിയ രീതിയിൽ നടക്കുന്നത് മാത്രമല്ല, ഈ പ്രാവശ്യം തന്നെ നേതൃത്വം കൊടുക്കുന്നത് പ്രയാഗ്രാജ് കുംഭമേളയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം കേരളത്തിൽ നിന്ന് ഒരു മഹാമണ്ഡലേശ്വർ നമുക്കുണ്ടായി. ജൂനാഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ട് കേരളത്തിലെ ഒരാളാണ് പ്രാവശ്യം അവരോധിക്കപ്പെട്ടത്, ആനന്ദവനം ഭാരതി മഹാരാജ്. ഈ പ്രാവശ്യം പ്രയാഗ്രാജ് കുംഭമേളയുടെ നേതൃത്വത്തിൽ വലിയൊരു പങ്ക് അദ്ദേഹത്തിൻ്റെതായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേരള കുംഭമായിട്ടുള്ള മഹാമാഘ മത്സവ പ്രാവശ്യം നടക്കുന്നത്. ഇതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും കൂടെ നടക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ കുംഭമേള അനൗൺസ് ചെയ്തതോടുകൂടി കേരളത്തിലെ എല്ലാ ഹൈന്ദവ സംഘടനകളും, കേരളത്തിലെ മാത്രമല്ല തമിഴ്നാടും കർണാടകയുള്ള അല്ലെങ്കിൽ ഭാരതം മുഴുവനുള്ള എല്ലാ സംഘടനകളും അതിനോട് സഹായിക്കുകയും അതിനോട് സഹകരിക്കുകയും അതിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഹിന്ദു സംഗമമായിട്ട്, അതായത് സനാതന സംസ്കാരത്തിൻ്റെ ഒരു വലിയ സമ്മേളനമായി മാറുകയാണ് ഈ കുംഭമേള അല്ലെങ്കിൽ മഹാമാഘ മഹോത്സവം. ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് ജൂന അഖാഡ എന്ന് പറയുന്ന അഖാഡകൾ, ദശനാമി വിഭാഗത്തിലെ ഏറ്റവും വലിയ അഖാഡയായിട്ടുള്ള ജൂന അഖാഡയുള്ള മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ.
അപ്പം പറഞ്ഞു വന്നപ്പം അഖാഡകളെ പറ്റി പറഞ്ഞല്ലോ. അപ്പം അഖാഡകൾ എന്താണ്, അതില് ഭാരതത്തിലുള്ള പ്രാധാന്യം എന്താണ്? അഖാഡകൾ നമ്മുടെ കേരളത്തിൽ കളരി എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് അഖാഡ എന്ന് പറയുന്നത്. കാരണം നാഗസന്യാസിമാര് രണ്ട് തരത്തിൽ സന്യാസിമാരുണ്ട്. ഒന്ന് ജ്ഞാനസംബന്ധികളായിട്ടുള്ള അറിവിന്റെ തലത്തിൽ നിൽക്കുന്ന തപസ്സൊക്കെ ചെയ്തു പോകുന്നവര്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അന്നത്തെ പാരലൽ മിലിറ്ററിയാണ്. ചൈന യുദ്ധത്തിലൊക്കെ മിലിറ്ററിക്കൊപ്പം ചേർന്ന് ഇന്ത്യൻ മിലിറ്ററി സഹായിച്ചത് അന്നത്തെ നാഗസന്യാസിമാരാണ്. ഒരു പക്ഷേ സന്യാസി സമൂഹം പലപ്പോഴും മുഗളന്മാരുടെയും മറ്റു പലരുടെയും അക്രമത്തിന് ഇരയായ സമയത്ത് സന്യാസിമാർ മാത്രമല്ല, ഭാരതത്തിലെ ഹൈന്ദവ സംസ്കാരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ വലിയ ഒരു കളരി അല്ലെങ്കിൽ ഒരു മിലിറ്ററി സൈന്യം തന്നെയാണ് നാഗസന്യാസിമാർ. അവർ വളരെ ആഴത്തിലുള്ള അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ശാരീരിക അഭ്യാസങ്ങളും കളരി മുറകളൊക്കെ പഠിച്ച് അതിൽ സിദ്ധി വരുത്തി അങ്ങനെ ഏത് തണുപ്പിലും ഏത് ചൂടിലും ജീവിക്കാൻ പറ്റുന്ന ശരീരത്തെ പ്രാപ്തമാക്കി. എനിക്കറിയാം, കഴിഞ്ഞ ഹരിദ്വാർ കുംഭമേളയിൽ അവിടെ ഒരു അഖാഡയിൽ പോയ സമയത്ത് നമുക്ക് ശരിക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത തണുപ്പുള്ളപ്പോൾ ഇവർ 4 മണിക്ക് എഴുന്നേറ്റ് പോയി ഗംഗയിൽ 101 മുങ്ങൽ 1001 മുങ്ങലൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഗംഗയിൽ നമുക്ക് കൈ കുത്താൻ പറ്റില്ല. ആ തരത്തിൽ ശരീരത്തെ ബലപ്പെടുത്തുന്ന, മനസ്സിനെ ബലപ്പെടുത്തുന്നവരാണ് ഈ നാഗസന്യാസിമാർ. കാശിക്ക് മിലിറ്ററി ഇല്ലായിരുന്നു, കാരണം കാശിനെ ആരും ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. കാശി ഒരു വലിയ ജ്ഞാന കേന്ദ്രമായിരുന്നു. പക്ഷേ മുഹമ്മദ് ഗസ്നിയിലൊക്കെ ആക്രമണം ഉണ്ടായ സമയത്ത് കാശി രാജാവ് ജൂനാഖാഡയെ കാശിയിലേക്ക് കൊണ്ടുവരികയും കാശിയുടെ സംരക്ഷണത്തിന് സന്യാസിമാരെ ഏർപ്പാടാക്കുക ചെയ്തുകൊണ്ടാണ് കാശിയിൽ ജൂനാഖാഡ വരുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഭാരതത്തെ മുഴുവൻ അല്ലെങ്കിൽ സന്യാസി സമൂഹത്തെ മാത്രമല്ല സംരക്ഷിക്കാൻ വേണ്ടി ആയുധമെടുത്ത സന്യാസിമാർ, ആയോധനയിൽ പ്രഗത്ഭരായ, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായവരാണ്. ആ തയ്യാറാക്കുന്ന സ്ഥലങ്ങളെയാണ് അഖാര അല്ലെങ്കിൽ അഖാഡ എന്ന് പറയുന്നത്. ഇവിടെ കളരിക്ക് സമാനമായ ഒരു പദ്ധതി തന്നെയാണ്. എല്ലാ അഖാഡകളിലും തിരഞ്ഞെടുക്കപ്പെടാതെ ചേരുന്നവർ അതിഗംഭീരമായ ശാരീരിക അഭ്യാസങ്ങൾ, പല മുറകളും പഠിക്കുന്നുണ്ട്. അവരാണ് ഭാരതത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.